ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു അടിപൊളി ആംപ്ലിഫയർ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക്, അതായത് ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള അടിപൊളി ഒരു ഓഡിയോ ആംപ്ലിഫയർ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കാറ്, ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് ഞാൻ കേട്ടോ. അപ്പൊ നല്ല അടിപൊളി 2 സ്പീക്കർ നമുക്ക് ഒപ്പം വെച്ച് വർക്ക് ചെയ്യിക്കും കേട്ടോ. അതാണ് പ്രത്യേകത വരുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഗെയ്സ് കണ്ടല്ലേ. അപ്പൊ ചെറിയ ഗെയ്സ് ആണിത്. പിന്നെ അതേപോലെ ഇതാണ് നമ്മൾ വാങ്ങിയ ബ്ലൂടൂത്തിന്റെ ബോർഡ് കണ്ടോ. ഇതാണ് ബോർഡ്. അതിന്റെ ഒപ്പമുള്ള റിമോട്ടാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, കണ്ടല്ലേ. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഗെയ്സ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുകയാണ് നമ്മള്. ഇതാണ് നമ്മളെ ഗെയ്സ് വരുന്നത്. ചെറിയ ഗെയ്സ് ആണിത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് ഗെയ്സ് കണ്ടല്ലേ. അപ്പൊ കണ്ടോ, ഇതാണ് നമ്മൾ വാങ്ങിയ ബ്ലൂടൂത്തിന്റെ ബോർഡ് കണ്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ഒരു ബോർഡാണ്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും നല്ല ബോർഡാണ് ഇത്. അപ്പൊ ഇതിന്റെ കൂടെ റിമോട്ടും കാര്യങ്ങളും ഇതിന്റെ കൂടെ ഉണ്ട് കണ്ടല്ലേ. ഇതാ റിമോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ബോർഡ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ഈ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ 5 വോൾട്ട് കൊടുത്താൽ നമ്മൾ ബോർഡ് വർക്ക് ചെയ്യുള്ളൂ കണ്ടോ. ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ വ്യക്തമാണ് കണ്ടോ. 5 വോൾട്ട് കൊടുത്തെന്താ തൊട്ട് പുറത്ത് GND ഗ്രൗണ്ട് കണ്ടില്ലേ. അപ്പൊ ഈ 5 വോൾട്ടിന് നമ്മളെ പ്ലസ് വയറ് സോൾഡർ ചെയ്യുക, പോസിറ്റീവ്. ഈ GND ബ്ലാക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്താലും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ 3 പോയിന്റ് ഉണ്ടാവും കണ്ടില്ല നിങ്ങള്. LA6 കൊടുത്ത് 3 പോയിന്റ് കാണാം. ഈ വീഡിയോ വ്യക്തമാണോ അറിയില്ല കണ്ടില്ലേ. അപ്പൊ അതും കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മളെ ആംപ്ലിഫയറിന്റെ ബോർഡാണ് കാണുന്നത് കണ്ടോ. ഇത് നമ്മൾ വാങ്ങിയ ആംപ്ലിഫയറിന്റെ ബോർഡ് കണ്ടില്ലേ. അപ്പൊ ഇതിനൊക്കെ അതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ചാൽ അങ്ങനെ മനസ്സിലാവും കണ്ടില്ലേ. അപ്പൊ ഇവിടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്തിന്റെ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ 5 വോൾട്ടേ പറ്റുള്ളൂ. അയ്യാറ് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് ഡാമേജ് ആവും. പക്ഷെ ഈ ബോർഡിന് 12 വോൾട്ട് കൊടുത്താലേ ഈ ബോർഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്തുവാണ് അതേപോലെ ഒരു IC വേണം നമുക്ക്. 7805 IC നമ്പർ വരുന്നത് കണ്ടോ. ഇവിടെ നമ്പർ എഴുതിന് കണ്ടില്ലേ, 7805 കേട്ടോ. അപ്പൊ ഈ IC വെച്ച് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വർക്ക്ഷോപ്പിലേക്ക് കിടക്കാം നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇവിടെ ഈ വയർ നമുക്ക് ഇവിടെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ. അയച്ചു കണ്ടില്ലേ. ഇതിൽ ഈ റെഡ് വരുന്നത് FM-ന്റെ വയറാണ് റെഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന് FM ഇതിനുണ്ട് കണ്ടില്ലേ. ഇവിടെ എഴുതി കൊടുക്കുന്നത് ഇതാണ് കണ്ടില്ലേ, FM എഴുതി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞുതരാം. ഇതുകൂടി നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മള് ഈ ബോർഡ് നേരെ ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ 4ാമത്തെ പിന്നിത്, അതായത് ഇവിടെ നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ. ഇവിടെ LA6 എന്ന് കൊടുത്താണ് കണ്ടില്ലേ. തൊട്ട് അപ്പുറത്ത് കണ്ടുകള് ആന്റി കൊടുത്തിരുന്ന. അപ്പൊ ഈ പിന്നെ നമുക്ക് കൊടുക്കുന്നത് സോൾഡ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഇത് എരിന്റെ വയറാണ്. ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാരണം അത് നമ്മൾ ഒഴിവാക്കി കണ്ടില്ലേ. അപ്പൊ ഇനി ഇവിടെ 3 പിന്നെ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ. 3 പിന്നുള്ളത് കേട്ടോ. അതേമാതിരി തന്നെ അപ്പൊ ഇനി ഇത് നമ്മളെ ആംപ്ലിഫയറിന്റെ ബോർഡ് കണ്ടില്ലേ. ഇതിന്റെ നമ്പർ ഇതാണ് CA3110 കണ്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടെങ്കിൽ 12 വോൾട്ട് കൊടുക്കുക. ഇവിടെ ഇതിമേ തന്നെ എഴുതി കൊടുത്തിട്ട് ബോർഡ് തന്നെ നിങ്ങള് DC 8 വോൾട്ട് ടു 24 വോൾട്ട് വരെ ഇതിൽ സപ്പോർട്ട് ആവും കേട്ടോ. അപ്പൊ നമുക്ക് സോൾഡ് തന്നെ പറഞ്ഞുതരാം. അതേമാതിരി തന്നെ ഇവിടെ കണ്ടെങ്കില് 6 GND-L കണ്ടില്ലേ. അപ്പം എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവിടെ നോക്കിയാണ്ട് സോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞുതരാം. തൊട്ട് ഇവിടെ ഇതേമാതിരി കൊടുത്തിട്ടുണ്ടാവും കണ്ടില്ലേ. കണ്ടെങ്കിൽ LAC ബ്ലൂടൂത്തിന് ഈ ബോർഡ് മേല് കണ്ടോ. അപ്പൊ അതിന്റെ അതേ പിന്നെ നോക്കിയാൽ നമുക്ക് അപ്പൊ ഇതിങ്ങനെ സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡ് ഇങ്ങനെ സോൾഡർ ചെയ്യാൻ ഇവിടെ കഴിയൂല. അപ്പൊ നമുക്ക് എന്ത് കമ്പി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബെൻഡാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കൊടുത്താൽ മതി കണ്ടില്ലേ. ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പിന്നിങ്ങനെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ശ്രദ്ധിക്കണ്ടോ, ഈ L കണ്ടോ, ഈ ബ്ലൂടൂത്തിന് ബോർഡ് L ഇതാ അതേമാതിരി തന്നെ ഇവിടെ വരണം കേട്ടോ. ഈ നടുവത്തത് അതേമാതിരി തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ സ്പെല്ലിങ് മാറാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ സോൾഡ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ കണ്ടോ ഷോൾഡർ ചെയ്തു കണ്ടില്ലേ. അപ്പൊ എന്ത് ഇവിടെ ഷോർട്ടാണ് നല്ലോ ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയ പോയിന്റ് ആണ് കണ്ടില്ലേ. അപ്പൊ ശ്രദ്ധിച്ച് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ കണ്ടില്ലേ. അപ്പൊ കണ്ടോ ഇതാണ് നമ്മളെ IC കണ്ടില്ലേ. ഇതിമേ തന്നെ എഴുതി കൊടുത്തിന് 7805 കണ്ടില്ലേ. അപ്പൊ ഇതിനെ പിന്നെ പറഞ്ഞുതരാം. ഇതിനെന്താ ചെയ്യാ, ഈ 3 ലെഗുകൾ കണ്ടില്ലേ. ഈ ഒന്നാമത്തെ പിന്നെ ഇത് ഇന്നാണ് വരിക, അതായത് 12 വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് ഇത് ഗ്രൗണ്ട് ആണ്, ബ്ലാക്ക് കിട്ടും, അത് നെഗറ്റീവ് ആണ് വരിക. ഇവിടെ 5 വോൾട്ട് നമുക്ക് കിട്ടും സപ്ലൈ കേട്ടോ. അതായത് ഇവിടെ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ 5 വോൾട്ടാണ് കിട്ടുക കേട്ടോ. അപ്പൊ നമുക്കെന്താ വെച്ചാല് ഈ ബോർഡിന് 12 വോൾട്ട് വേണം വർക്ക് ചെയ്യണമെങ്കിൽ. ബ്ലൂടൂത്തിന് ഈ ബോർഡിന് 5 വോൾട്ട് മതി കേട്ടോ. അവിടെ IC ഉപയോഗിക്കണത്. ഓക്കെ കണ്ടല്ലേ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്താ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ഇതെന്ത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇതേത് ചെയ്ത് കൊടുത്താൽ മതി കണ്ടല്ലേ. അപ്പൊ ഞാൻ നമുക്ക് എന്ത് ചെയ്യാ, ഈ ബോർഡിന് ഇവിടെ എഴുതി കൊടുത്തണം. അപ്പൊ അത് മാറി പോരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇത് ഇങ്ങനെ മതി വരിക. അതായത് ഇവിടെയാണ് 12 വോൾട്ട് വരിക, ഇവിടെ 5 വോൾട്ട് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ വേണം സോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ. ഇങ്ങനെ കേട്ടോ, മാറിപ്പോരുത്. അപ്പൊ നമുക്ക് ഇതിന് കാല് കുറച്ച് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഒഴിവാക്കട്ടോ. ഓക്കെ ഇതിന് കറക്റ്റ് ആയിട്ട് സോൾഡ് ചെയ്ത് കൊടുക്കുക. ഷോർട്ടാണ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 വയറും ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടങ്ങള് DC 8 to DC 24 വോൾട്ട് വരെ കണ്ടില്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വയറും കൂടെ സോൾഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഇവിടെ വയറും മാറാതെ വേണം ചെയ്യാൻ. അപ്പൊ നല്ല ശ്രദ്ധിച്ചാണ് ചെയ്യട്ടോ. അപ്പൊ ഈ പ്ലസ്സിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2 വയറ് സോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസിനടുത്ത് ബ്ലാക്ക് വയർ എന്ത് ചെയ്യാം, സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ചെയ്യുമ്പോ ശ്രദ്ധിക്കുക, ചെറിയ പോയിന്റ് കാരണം ഷോർട്ടാണ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അപ്പൊ ഇനി ഈ വയറതാ ഇത് നമുക്ക് ഇത് നമ്മളെ 12 വോൾട്ട് വരെ ഇവിടെ കേട്ടോ. ഈ ഫസ്റ്റ് പിന്നാണ് 12 വോൾട്ട് വരെ നേരത്തെ പറഞ്ഞിരുന്നു ഞാന്. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ കാല് അണക്കും നമ്മൾ കട്ട് ചെയ്യുക, അഥവാ ഷോർട്ട് ആയി കഴിഞ്ഞാലേ. ഓക്കെ കണ്ടില്ലേ. അപ്പൊ ഈ ബ്ലാക്ക് വയർ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ കല്ലുകളി 2ാമത്തെ പിന്നുമായിട്ട് സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ കണ്ടോ, അത് നമ്മൾ എന്ത് ചെയ്തു, സോൾഡർ ചെയ്തു കണ്ടില്ലേ. അപ്പൊ സപ്ലൈ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണുള്ളത്, ഇനി നമുക്ക് ഇതിമേ അപ്പൊ ഇനി നമുക്ക് 2 വയർ വേണം. നമുക്ക് അത് നമുക്ക് 2 ചാനൽ ഇതിമേ കണ്ടങ്ങള് ഇവിടെ കണ്ടില്ലേ, 2 സ്പീക്കർ ഇവിടെ കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലസ് മൈനസ് മാറാൻ എന്ത് ചെയ്യാം, ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഒരു വയർ സോൾഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ അവിടെ 2 വയർ അവിടെ സോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി പ്ലസ് മൈനസ് മാറാതെ വേണം സോൾഡർ ചെയ്യാനായിട്ട്. ഓക്കെ അപ്പൊ ഇനി 2ാമത്തെ ചാനൽ വയർ എന്ത് ചെയ്യാം, നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ 2 വയർ നമ്മൾ സോൾഡ് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്കുള്ളത് ഇതിലേക്ക് നമുക്ക് ഇന്ന് കൊടുക്കണം. അതായത് 12 വോൾട്ട് ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആവുള്ളൂ കേട്ടോ. അത് നമുക്ക് അതുകൊണ്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് വയറ് കളർ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഞാൻ 2 സ്പീക്കറിന് വയറാണ് എടുത്തത്, ഇനി ബാറ്ററിയുടെ വയർ ഈ കളർ എടുത്തത് കേട്ടോ. കാരണം നമ്മളിത് ഒന്നായിട്ട് നമ്മൾ ഗേസിലാക്കി കഴിയുമ്പോൾ പിന്നെ ആ കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, കഴിയുന്ന പിന്നെ വയറ് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫസ്റ്റ് കാലം നമുക്ക് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. 12 വോൾട്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. കണ്ടില്ലേ.
സോൾവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ബ്ലാക്ക് വയർ നെഗറ്റീവ് കിട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷോർട്ടാണ്, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഷോർട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോർഡ് മൊത്തം കംപ്ലൈന്റ് ആവും കേട്ടോ. കണ്ടല്ലേ? അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇതാണ് നമ്മൾ IC കണ്ടോ. അപ്പൊ ഇതിന് മുകളിൽ നമുക്ക് ഇതേമാതിരി അലുമിനിയത്തിന്റെ പീസ് വെച്ച് കൊടുക്കുക. അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ അഥവാ അത് ഓവർ ഹീറ്റ് കഴിഞ്ഞാൽ IC കംപ്ലൈന്റ് ആവും കേട്ടോ. അപ്പൊ IC കംപ്ലൈന്റ് കഴിഞ്ഞാല് നമ്മള് ഇതിലേക്ക് നമ്മളെ കറണ്ട് വരൂല കേട്ടോ, ചാർജ് വരൂല. അപ്പൊ ബോർഡ് വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പൊ അതിന് ജസ്റ്റ് ഇതേമാതിരി പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുമ്പ് ജസ്റ്റ് പേസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇനിയും എന്ത് ചെയ്യാം, ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ഉദ്യമം ചെറിയ വയറിന്റെ പീസ് വേണം നമുക്ക്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ FM വയറാണത് കണ്ടോ. അപ്പൊ അതിന് കൊടുക്കാൻ നമ്മളുണ്ട്. അതായത് ഇതിന്റെ നമ്മൾ നേരത്തെ ഇവിടെ 3 പോയിന്റ് ഇവിടെ സോൾവ് ചെയ്തിട്ട് നമ്മള് കണ്ടോ, ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് പിന്നെ ആന്റിനാണ് ഇവിടെ എഴുതി കാണുന്നെങ്കിൽ ഇവിടെ വ്യക്തമായിട്ടോ അറിയില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കണ്ടല്ലേ. ഈ 3 പോയിന്റ് തൊട്ട് 4ാമത്തെ പോയിന്റ് കണ്ടില്ലേ ആന്റിന കണ്ടോ. അപ്പൊ ഇത് FM പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അവിടെ നമുക്കൊരു വയർ നമുക്കിവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഏകദേശം വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് എന്ന് പറയാം നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വയറൊക്കെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. മതി, നമ്മൾ സ്ക്രൂ ചെയ്താൽ നമുക്കൊന്ന് ടൈറ്റ് ആയി കൊടുക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കണ്ടില്ലേ? അപ്പൊ പിന്നെ നമ്മൾ സ്പീക്കറിന്റെ വയറാണ് കാണുന്നത് കണ്ടോ. ഇത് നമുക്ക് അതിലേക്ക് കടത്തി കൊടുക്കാം. അപ്പൊ എന്താ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. നമ്മൾ വയറ് വലിഞ്ഞു പോവും. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമുക്ക് ഈ സോൾഡിന്റെ ഭാഗം എന്താ, ഈ വയറൊക്കെ ഈ ഭാഗം ഇതൊക്കെ നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് നമുക്കൊന്ന് ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. അത് പെട്ടെന്ന് വലിഞ്ഞു പോരൊക്കെ വേണമെങ്കിൽ ചെയ്യണത് ഞാൻ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ബോർഡ് ഇത് അടിയിലേക്ക് തട്ടാൻ പാടില്ല, കാരണം ഇവിടെ തട്ടി കഴിഞ്ഞാൽ ഷോർട്ട് ആവട്ടെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതേമാതിരി എന്തെങ്കിലും ഒരു പഞ്ഞും ജസ്റ്റ് അടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഗൈസ് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് വർക്ക് ഇതിന് കഴിഞ്ഞു അപ്പൊ കേട്ടോ. ഓക്കെ,
അപ്പൊ ഇതിന്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടോ, കണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 12 സപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ക്യാമറ എലിമിനേറ്റർ എടുത്ത് ഞാൻ ഇത് 12 എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്പീക്കർ നമുക്ക് എന്താ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്റെ കയ്യിലുള്ള സ്പീക്കർ ചെറിയ സ്പീക്കറാണ്, പക്ഷെ വലുത് കൊടുക്കട്ടെ. അപ്പൊ അതിനെ 15 വാട്ട്സിന്റെ ബോർഡ് നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്ത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾ 2.5 വാട്ട്സ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് സ്പീക്കറിനെ വയർ നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ സ്പീക്കറിന്റെ വയറാണ് 2 വയർ കേട്ടോ. ഇത് 2 സ്പീക്കറിന്റെ വയർ, ഇത് നമ്മുടെ ബാറ്ററി മേക്കുള്ള വയർ, ഇത് നമ്മുടെ FM-ന്റെ 7 വയർ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഈ സ്പീക്കറിന് വയർ നമുക്ക് ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ സ്പീക്കറിന് വയർ ഇവിടെ നമ്മള് ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ? എന്താ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ഇവിടെ സ്പീക്കറുണ്ട്, കണ്ടല്ലേ? അപ്പൊ ഇതിവിടെ ഷോർട്ടാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു 12 സപ്ലൈ കൊടുത്ത് ഞാൻ ഈ ബോർഡ് വർക്ക് ചെയ്യലുട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 12 എലിമിനേറ്റർ എടുത്തോണ്ട് ഞാൻ കേട്ടോ. അപ്പൊ ഞാനത് കൊടുത്താണ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ വൈറ്റ് വരുന്നത് നമ്മളെ എന്താണ് വരിക, പോസിറ്റീവ് ആയിട്ട് വരിക, കണ്ടോ? അപ്പൊ നമ്മളെ ബോർഡ് ഓണായി, കണ്ടില്ലേ? ബ്ലൂടൂത്ത് എഴുതി കാണിക്കുന്നുണ്ട്, കണ്ടോ? അപ്പൊ ഇതിന്റെ കൂടെ റിമോട്ടും കാര്യമൊക്കെ ഉണ്ട്, കണ്ടല്ലേ? നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക്, കണ്ടോ? ഇപ്പൊ ഓഫായി, കണ്ടല്ലേ? ഓണാക്കി നോക്കാം. ഇനി FM ഒക്കെ ഉണ്ട്, മോഡ് ചേഞ്ച് ചെയ്താൽ നമുക്ക് വർക്കിംഗ് ആക്കട്ടോ. ഓക്സിന്റേതാണത്, FM ആണത് കേട്ടോ. ബ്ലൂടൂത്ത് ആയിട്ട് ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക്. അവിടെ പേരായിട്ടോ, കണ്ടല്ലേ? സൗണ്ട് ഇട്ടത് രണ്ട് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ടത്. ഇനി സൗണ്ട് ആണെങ്കിൽ കൂട്ടി കൊടുക്കാൻ നമുക്ക് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, സംഭവം പൊളിയാണ്ട്, ഒന്നും പറയാൻ നല്ല സൗണ്ടും കാര്യമുണ്ട്. ഒരു നല്ല സൗണ്ടും കാര്യം, നല്ല അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പൊ ആദ്യം ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിലുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.